അപ്പോൾ ഇതുപോലെ കുറച്ച് ചെടികളുണ്ട് കേട്ടോ എൻ്റെ അടുത്ത്. അപ്പോൾ അതിൻ്റെയൊക്കെ അടിവശത്തുനിന്ന് ഇതുപോലെ തൈകളൊക്കെ ഒന്ന് പറിച്ച് നടണം. അങ്ങനെ കുറച്ച് ഒരു 6 ചട്ടി ഒന്ന് നിറയ്ക്കണം. അപ്പോൾ എപ്പോഴും ഞാൻ പറയാറുണ്ട്, ചട്ടി നിറയ്ക്കുന്ന സമയത്ത് ഒരുപാട് മണ്ണിട്ട് കൊടുക്കണ്ട, നമുക്ക് സിമ്പിളായിട്ട് ചെറിയ രീതിയിലുള്ള പോട്ടി മിക്സ് കൊടുത്താൽ മതി, ചട്ടിക്ക് ഭാരം തോന്നിക്കാതിരിക്കാനൊക്കെ. അപ്പോൾ ഇതിന് കൊടുത്തിട്ടുള്ള ഒരു പോട്ടി മിക്സ് പറഞ്ഞാൽ വളരെ സിമ്പിളായിട്ട് നമുക്കൊരു 5 ഇഞ്ചിൻ്റെ ഒക്കെ ചട്ടി എടുക്കുന്ന ആ ഒരു വെയിറ്റ് പോലും ഇല്ല കേട്ടോ. അത്രയും സിമ്പിളായിട്ട് നമുക്ക് എടുക്കാനും വെക്കാനും പറ്റും. അപ്പോൾ ഇതുപോലെ ഈ ഒരു ചെടി ഞാനിങ്ങനെ ഒന്ന് നട്ട് വെക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതാ ഇതുപോലെ കുറച്ച് ചട്ടി എടുക്കുന്നുണ്ട് കേട്ടോ. ആദ്യമായിട്ടൊക്കെ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും, ഫേസ്ബുക്ക് പേജിലൊക്കെയാണ് വീഡിയോ കാണുന്നെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കണ്ട കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ ചട്ടിയൊക്കെ ഇങ്ങനെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പറഞ്ഞാൽ ഏകദേശം ഒരു 9 ഇഞ്ചിൻ്റെ ചട്ടിയാണ് കേട്ടോ. ബ്ലാക്ക് കളറാണ് ഞാൻ എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് വേണ്ടത് ചകിരിയാണ്. അപ്പോൾ ഞാൻ വീഡിയോയിൽ പറയാറുണ്ട്, ചകിരി എടുക്കുന്ന സമയത്ത് എപ്പോഴും വെള്ളത്തിലിട്ട് വെക്കുക, എന്നിട്ട് കറ കളഞ്ഞിട്ട് ഉണങ്ങിയിട്ട് വേണം കേട്ടോ എടുക്കാൻ. അല്ലെങ്കിൽ നമ്മുടെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ പ്രത്യേകിച്ചും അതിൻ്റെ വേര് ചീഞ്ഞു പോവാനും ചെടി തന്നെ പൂർണ്ണമായിട്ട് നഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. അപ്പോൾ നിങ്ങൾ വെള്ളത്തിലിട്ട് കറ കളഞ്ഞിട്ട് മാത്രം എടുക്കുക, അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പിന്നെ ചിരട്ടയാണെങ്കിലും ഇതുപോലെ കമത്തി വെക്കുക. അതൊക്കെ ഞാൻ വീഡിയോ കാണിച്ചതാണ് കേട്ടോ. ചട്ടിക്ക് ഒട്ടും ഭാരം തോന്നിക്കൂല. ഇപ്പോൾ ചിരട്ട, ചകിരി, കരിയില ഇതൊക്കെ തെർമോക്കോളൊക്കെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഒട്ടും ഭാരം ഇല്ലാതെ ഇരിക്കാനും വേരോട്ടം നല്ലതുപോലെ നടക്കാനൊക്കെ സഹായിക്കും കേട്ടോ. അപ്പോൾ നമ്മളിതാ ഇതുപോലെ ഈ ഒരു ചട്ടിയിലേക്ക് ഇതുപോലെ ചകിരി ഇട്ട് കൊടുത്തു കേട്ടോ. ഇനി നമ്മൾ എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ ചകിരീൻ്റെ മുകളിൽ കുറച്ച് ഉണങ്ങിയിട്ടുള്ള കരിയിലയും കൂടി ഇട്ട് കൊടുക്കുക. ഇപ്പം ഏകദേശം ഈ ചട്ടി നിറഞ്ഞു നിൽക്കുന്നുണ്ട്. അപ്പോൾ കരിയിലയും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ നല്ല ഫുള്ളായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് കുറച്ച് പോട്ട് മിക്സ് ഇടുമ്പോൾ അതിൻ്റെ ലെവലായിക്കോളും. അപ്പോൾ ഞാനിതാ കരിയിലയും ഇതുപോലെ ഇട്ട് കൊടുത്തു. ഇനി നമുക്കിതാ വേണ്ടത് കുറച്ച് ഞാൻ കമ്പോസ്റ്റും നമ്മുടെ സാധാ മണ്ണും കൂടി മിക്സ് ചെയ്തതാണ്. കിച്ചൺ വേസ്റ്റ് വെച്ച് ഉണ്ടാക്കിയിട്ടുള്ള കമ്പോസ്റ്റാണ് കേട്ടോ. ഞങ്ങൾ പറമ്പിൽ ഇങ്ങനെ ഉണ്ടാക്കും. ചെറുതായിട്ട് കുഴി എടുത്തിട്ട് അതിലേക്ക് ഡെയിലിയുള്ള കിച്ചൺ വേസ്റ്റ് ഇടും, അതിൻ്റെ മുകളിൽ മണ്ണിടും. ഓരോ ദിവസം ഇങ്ങനെ വേസ്റ്റ് ഇട്ട് കൊടുക്കും. എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നന്നായിട്ട് കട്ടിയിൽ മണ്ണിടും. പിന്നെ പിറ്റേ ദിവസം പിന്നെയും വേസ്റ്റ് ഇട്ട് കൊടുക്കും, പിന്നെയും മണ്ണിട്ട് കൊടുക്കും. അപ്പം അങ്ങനെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ ഈച്ചയെ പ്രാണിയൊന്നും വരില്ല. നല്ലൊരു വളമായിട്ട് നല്ലൊരു NPK, നമ്മുടെ ചെടികൾക്ക് വേണ്ട എല്ലാ ഗുണങ്ങളും അതിലടങ്ങിയിട്ടുണ്ട്. ഇപ്പം നമുക്ക് ചാണകപ്പൊടീൻ്റെ ആവശ്യമൊന്നുമില്ല. ഇത് കോരിയെടുത്ത് കൊണ്ടുവന്ന് ചെടിക്ക് ഇട്ട് കൊടുത്താൽ അടിപൊളിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഞാനിതാ ഇതുപോലെ, അപ്പോൾ നമ്മൾ ഒത്തിരി ഈ ഒരു മണ്ണ് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നില്ല, നമുക്ക് ഈ ചട്ടിക്ക് ഭാരം തോന്നിക്കില്ല കേട്ടോ. കണ്ടോ എത്ര സിമ്പിളായിട്ടാണ് ഞാനത് വലിക്കുന്നത് എടുക്കുന്നൊക്കെയെന്ന് കാണിക്കുന്നത്. അപ്പോൾ ഇനി നമുക്കിതാ ഈ ഒരു ചെടീൻ്റെ തൈകൾ, ഇതിൻ്റെ അടിവശത്ത് നന്നായിട്ട് തൈകളുണ്ട്. അതൊക്കെ ഒന്ന് പറിച്ചാണ് ഞാൻ ഇതിലേക്ക് നടുന്നത് കേട്ടോ. അപ്പോൾ ഈ തൈ പറിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, പൊട്ടിപ്പോവരുത്. ഇപ്പോൾ ഒരു 4-5 തൈകളുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കണ്ടോ ഇതുപോലെ നല്ല ഇതിൻ്റെ അടിവശത്തുള്ള പോട്ടി മിക്സും കൂടി ഞാൻ കാണിക്കാം. ഇതൊക്കെ പറഞ്ഞാൽ ഒട്ടും ഭാരം തോന്നിക്കാത്ത നല്ല തരത്തിലുള്ള പോട്ടി മിക്സ് ആണ് കേട്ടോ ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ പറഞ്ഞാൽ കുറച്ച് തെർമോക്കോള് ചെറിയ കഷ്ണങ്ങളാക്കി പൊട്ടിച്ചാണ് ഇട്ട് കൊടുത്തത്. കരിയിലൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഇപ്പോൾ തെർമോക്കോളാണ് കേട്ടോ ഇതൊക്കെ. കണ്ടോ നന്നായിട്ട് വേരോട്ടം നടക്കാൻ തെർമോക്കോൾ വളരെയധികം സഹായിക്കുന്നതാണ്. വളമായിട്ടല്ല, നമ്മുടെ ചെടികൾക്ക് വേരോട്ടം നടക്കുന്ന സമയത്ത് തന്നെ തൈകൾ നന്നായിട്ട് നിറഞ്ഞു വരും കേട്ടോ. ഇപ്പം ഞാനിതാ ഇതുപോലെ തൈ ഉണ്ടോ, ഒരു ഏകദേശം ഒരു 4 തൈ ഉണ്ട് കേട്ടോ. 4 അല്ല 5 തൈ ഉണ്ട്. കുഞ്ഞ് വേറൊരു തൈ അതിൻ്റെ ഇടയിൽ നിൽക്കുന്നുണ്ട്. അപ്പം ഞാൻ എന്തായാലും ഇതിങ്ങനെ പൊട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ പൊട്ടിച്ചെടുത്ത തൈകളൊക്കെ നമുക്ക് ഓരോ ചട്ടിയിലേക്ക് വെച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ അതിൻ്റെ മദർ പ്ലാന്റ് ഒരു ചട്ടിയിൽ വെച്ച് കൊടുക്കുക, ബാക്കിയുള്ള തൈകളൊക്കെ നമുക്ക് വെവ്വേറെ ചട്ടിയിൽ വെച്ച് കൊടുക്കുക. പിന്നെ ഇതിൽ ഒരു സ്പൈഡർ പ്ലാന്റും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സ്പൈഡർ പ്ലാന്റിൻ്റെ ചെറിയൊരു തൈ വീണിട്ട് ഉണ്ടായതാണ്. അപ്പോൾ ഇത് കണ്ടോ ഇതൊക്കെ അടിയിൽ നന്നായിട്ട് തെർമോക്കോള് നിന്നിട്ട് നന്നായിട്ട് വേര് പൊട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ വൈറ്റ് കളറിലുള്ളത് ആണ് തെർമോക്കോള്. ഞാനതങ്ങനെ പറിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വേരോട്ടം നടക്കുന്ന സമയത്ത് നന്നായിട്ട് തൈ പൊട്ടുന്നുള്ള ഒരു കാര്യം ഓർക്കുക കേട്ടോ. തൈ പൊട്ടുമ്പോൾ തന്നെ നമ്മുടെ ചെടി നമുക്ക് ആ തൈ എടുത്ത് മാറ്റി നല്ല നല്ല ചട്ടിയിലേക്ക് മാറ്റി നടാവുന്നതാണ്. കണ്ടോ ഇതിൻ്റെ ഒക്കെ. അപ്പോൾ ഞാൻ ഏകദേശം അടിവശത്തുള്ള കുറച്ച് മണ്ണുകളൊക്കെ മാറ്റി കളഞ്ഞു. ഇനി നമുക്കിതൊരു നല്ലൊരു ചട്ടിയിലേക്ക് മാറ്റി നടാം കേട്ടോ. അപ്പോൾ ഇത് നടാനുള്ള ചട്ടി ഞാനിതാ ഈ നിറച്ചിട്ടുള്ള ഈ ഒരു ചട്ടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ വീഡിയോ എടുക്കുന്ന ഒരു സമയം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 5 മണി 5:30 ഒക്കെ ആയിട്ടോ. അപ്പോൾ ലൈറ്റും കാര്യങ്ങളൊക്കെ കുറവാണ്. അപ്പോൾ എന്തായാലും ഞാൻ ഈ ഒരു സമയത്താണ് ഞാൻ കൂടുതലായിട്ട് ചെടികളൊക്കെ ഇങ്ങനെ നടുന്നതും മാറ്റുന്നതും എല്ലാം ചെയ്യുന്നതൊക്കെ കേട്ടോ. അപ്പോൾ ഞാനിതാ ഈ ഒരു സ്പൈഡർ പ്ലാന്റ് അതിലേക്ക് നട്ട് വെച്ചു. ഇനി നമുക്ക് ഈ ഒരു മദർ പ്ലാന്റും കൂടി അതിലേക്ക് ഏതെങ്കിലും ഒരു ചട്ടിയിലേക്ക് നടണം. അതിൻ്റെ മുന്നേ ആയിട്ട് ഇതാ കുറേ ബേബി പ്ലാന്റ്സ് കണ്ടോ. അപ്പോൾ ഇത് പൊട്ടിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, വേര് നോക്കി പൊട്ടിക്കുക കേട്ടോ. അങ്ങനെ നമ്മളിങ്ങനെ ശരിക്കും ശ്രദ്ധിച്ചൊന്ന് പൊട്ടിച്ചാൽ മതി. അപ്പോൾ എനിക്ക് 2 തൈ അമ്മയ്ക്ക് കൊടുക്കണം. അമ്മ
എപ്പോഴും എൻ്റെ അടുത്ത് വരുമ്പോൾ ചോദിക്കും കേട്ടോ, എനിക്ക് ഇതിൻ്റെ തൈ തരണമെന്ന്. അപ്പം ഞാൻ എന്തായാലും 2 തൈ അമ്മയ്ക്ക് എടുത്ത് വെക്കുന്നുണ്ട്. എന്നിട്ടാണ് കേട്ടോ എനിക്ക് ഇതുപോലെ ഞാൻ 2 കൂട്ടി നടുകയാണ് കേട്ടോ. കാരണം എനിക്ക് കുറേ നട്ട് വെക്കാനുള്ള ചട്ടികളൊന്നുമില്ല. കാരണം അത്രയും ചട്ടി എൻ്റെ അടുത്തുണ്ട്. ഒരു 100 അല്ല 200 അല്ല അതിലും കൂടുതൽ ചട്ടികളിൽ ഞാൻ പോട്ട് മിക്സ് ഇട്ട് ഇതുപോലെ ചെടികൾ നട്ടിട്ടുണ്ട്. എന്നിട്ടും എനിക്ക് തികയുന്നില്ല. കാരണം നമ്മളിങ്ങനെ ഓരോ പോട്ട് മിക്സ് കൊടുക്കുന്നത് നല്ലൊരു റിസൾട്ടാണ്. ഒത്തിരി തൈ ഉണ്ടാവാൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പം അത് തൈ ഉണ്ടാകുമ്പോൾ നമുക്ക് കാണുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ മാറ്റി നടാൻ സത്യം പറഞ്ഞാൽ ചട്ടി എനിക്കിപ്പോൾ കുറവാണ്. ഇപ്പം ഞാൻ കൂടുതലായിട്ട് ഇതുപോലത്തെ ബ്ലാക്ക് പോട്ട്സിലൊക്കെ നടാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഞാൻ കൂടുതലായിട്ട് വൈറ്റ് പോട്ട്സിലായിരുന്നു നടുന്നത്. അപ്പം ഇപ്പം ഞാൻ കുറേ തൈകളൊക്കെ പറിച്ച് നടുന്നത് ഇതുപോലത്തെ ബ്ലാക്ക് പോട്ട്സിലാണ്. അപ്പം അമ്മയ്ക്കാണെങ്കിലും ഞാൻ ഈ ഒരു ചട്ടിയിൽ നട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പം അതിൻ്റെ മുന്നേ ഞാനിതാ വേറൊരു ചട്ടിയത്തെയും കൂടി ചെടി എടുക്കുന്നുണ്ട്. അപ്പം ഇതിൻ്റെ അടിവശത്ത് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് നമ്മുടെ ഉമി ഉണ്ടല്ലോ, നമ്മുടെ മരപ്പൊടി. ഞാൻ ഈ മില്ലിൽ പോയിട്ട് എടുത്തുകൊണ്ട് വന്നതാണ് കേട്ടോ. അപ്പം അതിൻ്റെ ആ ഒരു മരപ്പൊടിയൊക്കെ ഇട്ടിട്ടായിരുന്നു നട്ടത്. കണ്ടോ, അതാണെങ്കിൽ നന്നായിട്ട് വേര് വന്നിട്ടുണ്ട്. അതൊക്കെ പറഞ്ഞാൽ നല്ല പോട്ടി മിക്സ് ആണ് കേട്ടോ. നമ്മുടെ ചെടികൾക്ക് കൊടുക്കാൻ പറ്റുന്ന പോട്ടി മിക്സ് ആണ്. അപ്പം ഞാനിതാ ഈ ഒരു അഗ്ലോണിമയാണ്, നമ്മുടെ ലിപ്റ്റിക് അഗ്ലോണിമയാണിത്. അപ്പം അതിൻ്റെ ചോട്ടിലുള്ള തൈകളാണെങ്കിലും പൊട്ടിച്ചെടുക്കുന്നുണ്ട്. കുറേ മുന്നായിട്ട് ഇത് ഞാനൊരു ചെറിയൊരു ചട്ടിയിൽ നട്ടിട്ടുണ്ടായിരുന്നു. അന്ന് ഒട്ടും ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പം ഞാൻ നല്ല വേരോട്ടൊക്കെ ഉള്ള നല്ല പോട്ട് മിക്സിൽ നട്ടതിന് ശേഷമാണ് ഇതിൽ തൈ വന്നത്. അപ്പം ഞാനിതാ ഈ ഒരു ചട്ടിയിലേക്ക് ഇതും ഇങ്ങനെ നട്ട് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ ഏകദേശം എല്ലാ ചട്ടിയിലും നമ്മുടെ ചെടികളൊക്കെ നട്ട് ഇങ്ങനെ നിരത്തി വെച്ചിട്ടുണ്ട്. ഇപ്പോൾ കണ്ടോ, ഇതുപോലെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഞാൻ സിറ്റ് ഔട്ടിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം സിറ്റ് ഔട്ടിൻ്റെ ഒരു വീഡിയോ ഞാൻ എടുത്തിട്ടുണ്ട്. അതെന്തായാലും ഞാൻ ഒത്തിരി ലേറ്റ് ആവാതെ ഇടുന്നുണ്ട് കേട്ടോ. അപ്പം ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും ഫീഡ്ബാക്ക് അറിയിക്കുക. ഓക്കെ ഫ്രണ്ട്സ്, ബൈ.